കൊല്ലം ജില്ലയിലെ പെരുമണ്ണിലാണ് നമ്മളിന്നുള്ളത്. നമ്മളിന്നൊരു ജങ്കാർ കയറാൻ പോവുകയാണ്. ജങ്കാർ കയറി പണി തീരാത്ത ഒരു പാലം കണ്ട് മൺട്രോത്തുരുത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഏറെക്കാലമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് പെരുമണ്ണിലേത്. നിലവിൽ പെരുമണ്ണിൽ റെയിൽവേ പാലമുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ളൊരു പാലമില്ലായിരുന്നു. 2020 ഡിസംബർ മാസം പെരുമണ്ണിൽ പാലം പണി ആരംഭിച്ചെങ്കിലും 2024 നവംബർ മാസമായിട്ടും പാലത്തിന്റെ പണി ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുവാനായിട്ട് ഈ ഒരു ജങ്കാർ സർവീസാണ് ആശ്രയിക്കുന്നത്. പെരുമൺ അമ്പലക്കടവിൽ നിന്ന് ആരംഭിക്കുന്ന ജങ്കാർ മൺട്രോത്തുരുത്തിലെ പേഴുംതുരുത്തിലേക്കാണ് പോകുന്നത്. ജങ്കാറിൽ കയറി നമ്മളും പെരുമൺ പാലത്തിന്റെ പണികളൊക്കെ കണ്ട് മൺട്രോത്തുരുത്തിലേക്ക് പോവുകയാണ്. പെരുമണ്ണിൽ നിന്ന് രാവിലെ 6:30 മുതൽ ഓരോ അരമണിക്കൂർ ഇടവിട്ട് വൈകുന്നേരം 7:45 വരെ ജങ്കാർ സർവീസ് മൺട്രോത്തുരുത്തിലെ പേഴുംതുരുത്തിലേക്ക് ലഭ്യമാണ്. തിരിച്ച് പേഴുംതുരുത്തിൽ നിന്നും ഇതേപോലെ തന്നെ അരമണിക്കൂർ ഇടവിട്ട് ജങ്കാർ സർവീസുകൾ ലഭ്യമാണ്. ഈ ഒരു ജങ്കാറാണ് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളങ്ങനെ പെരുമൺ അമ്പലക്കടവിൽ നിന്ന് യാത്ര ആരംഭിച്ചു. നമുക്ക് മുൻപിലായിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ പെരുമൺ പാലം കാണാൻ സാധിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ പെരുമൺ പാലത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയുടെ സ്വന്തം അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് പെരുമണ്ണും മൺട്രോത്തുരുത്തുമെല്ലാം. ആ രണ്ട് തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത്. പണ്ട് മുതൽ തന്നെ റെയിൽവേ പാലം പെരുമണ്ണിൽ നിലവിലുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. പണ്ട് നടന്ന ഏറെ ദുഃഖകരമായ പെരുമൺ ദുരന്തം നടന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പാലത്തിന്റെ പുറകിൽ കാണുന്ന റെയിൽവേ പാലത്തിലാണ്. നമ്മളങ്ങനെ അഷ്ടമുടിക്കായൽ ക്രോസ് ചെയ്ത് ഏതാണ്ട് പേഴുംതുരുത്ത് തീരത്തേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് കൂടുതൽ വ്യക്തതയോടെ നമ്മുടെ പാലം തെളിഞ്ഞു കാണാം. ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പണികൾ നടക്കുന്നത്. ബാക്കി ഏകദേശം 80% പണികൾ പൂർത്തിയായി കഴിഞ്ഞു. അതിന് പുറകിൽ നമുക്ക് റെയിൽവേ പാലവും കാണാം. പെരുമൺ പാലം നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോഴേക്കും മൺട്രോത്തുരുത്തിൽ നിന്ന് കൊല്ലം നഗരത്തിലേക്കുള്ള ദൂരം പകുതിയായി കുറയും. അത് മൺട്രോത്തുരുത്തിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കൊല്ലം നഗരത്തിൽ നിന്ന് അഞ്ചാലുമൂടിലെത്തി പെരുമൺ വഴി പാലം കയറി മൺട്രോത്തുരുത്തിലേക്ക് പോകാവുന്നതാണ്. മൺട്രോത്തുരുത്തിനെയും കുന്നത്തൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കാനുണ്ട്. കണ്ണങ്കാട്ട് കടവ് പാലം എന്നാണ് അതിന്റെ പേര്. ആ പാലം കൂടി വരുന്നതോടുകൂടി കൊല്ലത്ത് നിന്ന് മൺട്രോത്തുരുത്ത് വഴി ശാസ്താംകോട്ട കായംകുളം ഭാഗത്തേക്കുള്ളൊരു ബൈപ്പാസ് റോഡായിട്ട് ഈ ഒരു വഴി മാറുന്നതാണ്. ഇരുകരകളിൽ നിന്നും ജങ്കാർ ആരംഭിക്കുന്ന സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6:30, 6:45 കൂടി തുടങ്ങുന്ന ജങ്കാർ സർവീസ് 7:45, 8 മണിയോടുകൂടിയാണ് ഇരുകരകളിലും അവസാനിപ്പിക്കുന്നത്. അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ് നടത്തുന്നത്. 20 രൂപയാണ് ഇരുചക്ര വാഹനം അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് ചാർജ്. വലിയ വാഹനങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് ചാർജ് വ്യത്യാസപ്പെടുന്നതാണ്. കാറുകൾ വരെയുള്ള വാഹനങ്ങളാണ് ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ ജങ്കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് മൺട്രോത്തുരുത്തിന്റെ മണ്ണിലേക്കാണ്. മൺട്രോത്തുരുത്തിന്റെ ഭാഗമായ പേഴുംതുരുത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് കയറിയിരിക്കുന്നത്. മൺട്രോത്തുരുത്തിന്റെ കാഴ്ചകൾ കാണുവാനായിട്ടല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പെരുമൺ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജങ്കാറിലൊന്ന് കയറുക, അതിനുശേഷം നമ്മൾ പുതുതായിട്ട് വരാൻ പോകുന്ന കണ്ണങ്കാട്ട് കടവ് ഒന്ന് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിലെ ആദ്യ ഘട്ടം കഴിഞ്ഞു. നമ്മളിപ്പോൾ പെരുമൺ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞു, ജങ്കാറിൽ കയറി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് പേഴുംതുരുത്തിലേക്കാണ്. ഇതാണ് മൺട്രോത്തുരുത്തിന്റെ അവസാനത്തെ തുരുത്തെന്ന് പറയുന്നത്. അതിനുശേഷം മുന്നിലായിട്ട് അഷ്ടമുടി കായലാണ്. നമ്മൾ ഏകദേശം 2.5 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ മൺട്രോത്തുരുത്തിന്റെ ടൂറിസം രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. പക്ഷേ അത്തരത്തിലുള്ള ഒരു ട്രെയിനുകളുടെ സ്റ്റോപ്പുകളൊന്നും നിലവിൽ മൺട്രോത്തുരുത്തിൽ വന്നിട്ടില്ല. ഭാവിയിലായാലും അധികാരികൾ ഇടപെട്ട് മൺട്രോത്തുരുത്തിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ ഉണ്ടാക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരു ട്രെയിൻ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ട്രെയിനിലൂടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിലുള്ളവരും മറ്റ് വിനോദസഞ്ചാരികളും എല്ലാം ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണങ്കാട്ട് കടവിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇടത്തേക്ക് കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ കണ്ണങ്കാട്ട് കടവിലേക്ക് പോകേണ്ടത്. വലത്തേക്ക് കാണുന്ന റോഡ് വീണ്ടും പേഴുംതുരുത്തിലേക്കാണ് ചെന്നെത്തുന്നത്. നിലവിൽ മൺട്രോത്തുരുത്തിലേക്കുള്ള റോഡുകളുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തുകൂടിയുള്ള റോഡ് പണി കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന റോഡ് നമ്മുടെ മൺട്രോത്തുരുത്തിലെ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള റോഡാണ്. അവിടുത്തെ മെറ്റലിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ടാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം വീതിയുണ്ട്. നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തു കൂടി കടന്നു പോകുന്ന റോഡിന്റെ വീതിയെല്ലാം മൺട്രോത്തുരുത്തിൽ കൂടി വരുന്ന പുതിയ റോഡിനുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 650-700 മീറ്റർ മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെയായിട്ട് ഇടത്തേക്കൊരു വഴി കാണാം. ഈ ഒരു വളവിനൊരു വഴിയുണ്ട്. അവിടെ അത്യാവശ്യം ബോർഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണങ്കാട്ട് കടവ്, കൊന്നേൽ കടവ് അല്ലെങ്കിൽ പെരുങ്ങാലം എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ഈ വഴിയാണ്. റോഡ് അല്പം മോശമാണ്. എന്തായാലും പണി നടക്കുന്നുണ്ട്. നമ്മുടെ പാലം പണിയൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം റോഡ് നന്നാക്കുമെന്ന് കരുതുന്നു. ഇവിടെയായിട്ടാണ് പണ്ട് നമ്മുടെ ഒരു ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നത്. കണ്ണങ്കാട്ട് കടവിലേക്കുള്ള ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കല്ലടയാറിന്റെ ഡെൽറ്റ എന്നാണ് മൺട്രോത്തുരുത്ത് അറിയപ്പെടുന്നത്.
നമ്മുടെ തെന്മല കുളത്തൂപ്പുഴ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കല്ലടയാർ കൊണ്ടുവന്ന എക്കൽ അടിഞ്ഞ് ഉണ്ടായ ഒരു ദ്വീപാണ് മൺട്രോത്തുരുത്തും പരിസര പ്രദേശങ്ങളുമെന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. നമ്മളങ്ങനെ കണ്ണങ്കാട്ട് കടവിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൺട്രോത്തുരുത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു കടവ് അറിയപ്പെടുന്നത് കൊച്ചുമാട്ടയിൽ കടവ് എന്നാണ്. നമ്മുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നത് കല്ലടയാറാണ്. കല്ലടയാറ് അഷ്ടമുടിക്കായലുമായിട്ട് ചേരുന്നത് ഈ ഒരു കണ്ണങ്കാട്ട് കടവിന് കുറച്ചുകൂടി പടിഞ്ഞാറ് വശത്ത് വെച്ചാണ്. കണ്ണങ്കാട്ട് റെയിൽവേ പാലം കാണപ്പെടുന്നത് ഇവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാറേക്ക് മാറിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാലങ്ങളും സമാന്തരമായിട്ട് നിർമ്മിക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു പാലം വരാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. ഇവിടെയായിരുന്നു പണ്ട് ജങ്കാർ ഉണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ആ പാലത്തിന്റെ റെയിൽവേ പാലത്തിന്റെ അടിവശത്തേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. ജങ്കാർ കടവിൽ നിന്ന് വലത്തേക്കുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് നീളുന്നത് കൊന്നയിൽ കടവ്, പെരുങ്ങാലം എന്നീ പ്രദേശങ്ങളിലേക്കാണ്. നമുക്കറിയാം മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ദ്വീപ് മാത്രമല്ല, അനേകം സ്ഥലങ്ങൾ ചേർന്നതാണ് മൺട്രോത്തുരുത്ത് എന്നറിയപ്പെടുന്നത്. അതിനകത്തെ മറ്റൊരു പ്രദേശമാണ് പെരുങ്ങാലം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പാലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. അവിടെയും പുതിയൊരു പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നമ്മളങ്ങനെ കണ്ണങ്കാട്ട് റെയിൽവേ പാലത്തിന്റെ താഴ്വശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കണ്ണങ്കാട്ട് റെയിൽവേ പാലം. നമ്മുടെ ശാസ്താംകോട്ട ഭാഗത്തു നിന്നുള്ള റെയിൽവേ ലൈൻ മൺട്രോത്തുരുത്ത് വഴി കൊല്ലത്തേക്ക് നീളുന്നത് ഈ ഒരു പാലത്തിലൂടെയാണ്. ഇവിടെ നമുക്ക് കല്ലടയാർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കടത്ത് കടവാണ്. ഇവിടെയും കടത്തുണ്ട്. വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. എതിർവശം എന്ന് പറയുമ്പോൾ നമ്മുടെ പടിഞ്ഞാറേ കല്ലട ഭാഗമാണ്. പടിഞ്ഞാറേ കല്ലട, കാരാളിമുക്ക്, ശാസ്താംകോട്ട ഭാഗത്തേക്കുള്ള റോഡൊക്കെ ആ ഭാഗത്തായിട്ടാണ്. നമ്മുടെ ശാസ്താംകോട്ട കാരാളിമുക്ക് കടപിട റോഡ് അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൺട്രോത്തുരുത്തിൽ നിന്ന് പടിഞ്ഞാറേ കല്ലട ഭാഗത്തേക്കും കടപിട ഭാഗത്തേക്കും ശാസ്താംകോട്ട ഭരണിക്കാവ് ഭാഗത്തേക്കും ഒക്കെ പോകുവാനായിട്ട് മൺട്രോത്തുരുത്തുകാർക്ക് എളുപ്പമായിരിക്കും. നേരെ തിരിച്ച് ആ ഭാഗത്തുള്ളവർക്ക് മൺട്രോത്തുരുത്ത് വഴി കൊല്ലത്തേക്ക് പോകുവാനും എളുപ്പമായിരിക്കും. എന്തായാലും ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ പാലം നിലവിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ കണ്ണങ്കാട്ട് കടവിൽ നിന്ന് തിരിച്ചു പോകാം. കല്ലടയാറിനോട് വിട പറഞ്ഞ് നമ്മൾ യാത്ര തിരിക്കുകയാണ്. കല്ലടയാറ് നേരെ ഇവിടെ നിന്ന് അഷ്ടമുടി കായലിലേക്കാണ് പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കല്ലടയാറിന്റെ ഡെൽറ്റയാണ് മൺട്രോത്തുരുത്ത്. കല്ലടയാറ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച എക്കൽ മണ്ണ് അടിഞ്ഞുണ്ടായതാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് എന്നാണ് പറയപ്പെടുന്നത്. തെന്മല കുളത്തൂപ്പുഴ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൂടെ ഒഴുകിയെത്തുന്ന കല്ലടയാർ മൺട്രോത്തുരുത്തിൽ വെച്ച് അഷ്ടമുടി കായൽ പതിക്കുന്നുവെന്നാണ് രേഖകളിൽ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ വഴി സഞ്ചരിക്കുമ്പോൾ അറിയാം, ചുറ്റുമലയിൽ നിന്ന് മൺട്രോത്തുരുത്ത് ഭാഗത്തേക്ക് വരുമ്പോൾ മുതിരപ്പറമ്പ് എന്നൊരു കടവുണ്ട്. നമ്മുടെ ഒരു ചെറിയ പാലമൊക്കെ ഉള്ള ഒരു കടവുണ്ട്. അവിടെ വെച്ചാണ് കല്ലടയാറ് 2 കൈവഴികളായിട്ട് പിരിഞ്ഞ് അഷ്ടമുടി കായലിലേക്ക് പതിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, കല്ലടയാറ് എക്കൽ നിക്ഷേപം തുടങ്ങിയിരിക്കുന്നത് ആ ഒരു മുതിരപ്പറമ്പ് തൊട്ടാണ്. നമ്മുടെ മുതിരപ്പറമ്പ് കടവ് തൊട്ട് തുടങ്ങി ഏകദേശം നമ്മുടെ പേഴുന്തുരുത്ത്, പെരുമണ്ണ ഇപ്പുറ വരെ നമ്മുടെ കല്ലടയാറ് എക്കൽ നിക്ഷേപിച്ചായിരിക്കണം ഈ ഒരു മൺട്രോത്തുരുത്ത് ദ്വീപ് ഉണ്ടായിരിക്കുന്നത്. കല്ലടയാറിനെ കുറിച്ചുള്ള ചരിത്രം അറിയാൻ ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്, പണ്ട് നമ്മുടെ പരപ്പാർ, തെന്മലയിലെ അണക്കെട്ടിന്റെ പേരാണ് പരപ്പാർ അണക്കെട്ട് എന്ന് പറയുന്നത്. ആ അണക്കെട്ട് വരുന്നതിന് മുൻപായിട്ട് കല്ലടയാറ് വളരെയധികം ശക്തിയോടെ മഴക്കാലങ്ങളിൽ ഇരച്ചായിരുന്നു നമ്മുടെ ഈ ഒരു അഷ്ടമുടി കായൽ ഭാഗത്തേക്ക് വന്നെത്തിയിരുന്നത്. നമുക്ക് ഒരു നദിയുടെ തുടക്കമൊന്നും നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല. നമ്മുടെ ഭൂമി ഉണ്ടായ കാലം മുതൽ പല മാറ്റങ്ങളുണ്ടായാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ നദികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ നദി ഉണ്ടായ സമയത്ത് ആ ഒരു ഭാഗത്ത് കിട്ടുന്ന ശക്തമായ മഴ മൂലം എത്രയൊക്കെ വഴികൾ സൃഷ്ടിച്ചാണ് നദി ഒഴുകി അതിൻ്റെ കടലിലെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക്, കായലാണെങ്കിൽ കായൽ അല്ലെങ്കിൽ കടലിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ കല്ലടയാറ് ഒഴുകിയെത്തി ഇത്രയും വലിയ എക്കൽ നിക്ഷേപം കൊണ്ടുവന്നിരിക്കുന്നത് അത്രയധികം വെള്ളം വഹിക്കാൻ ശേഷിയുള്ളൊരു നദി ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. നമ്മുടെ ചരിത്രത്തിൽ പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട്. പെരിയാർ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും എക്കൽ നിക്ഷേപണം നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ കല്ലടയാറ് നമ്മുടെ കുളത്തൂപ്പുഴ, തെന്മല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നതിൻ്റെ ഫലമായിട്ട് വിവിധ തരം എക്കൽ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ അഷ്ടമുടി കായലിൻ്റെ ഭാഗത്തായിട്ട് നിക്ഷേപിച്ച് ഒരു വലിയ ദ്വീപാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അത്ര വലിയൊരു നദിയാണ് കല്ലടയാർ എന്ന് പറയുന്നത്. നിലവിൽ ഡാം ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മഴക്കാലത്ത് കല്ലടയാർ സൃഷ്ടിക്കുന്നില്ല. എങ്കിലും വലിയ രീതിയിൽ മഴ പെയ്താൽ മൺട്രോത്തുരുത്ത് ഭാഗങ്ങളിലെല്ലാം പ്രളയം സൃഷ്ടിക്കാറുണ്ട്. കടപുഴ ഒരു ലിമിറ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കടപുഴ മുതൽ തന്നെ പണ്ട് കല്ലടയാറ് സംഹാര താണ്ഡവമാടിയ പ്രദേശങ്ങളായിരിക്കണം ഇതെല്ലാം. നമ്മുടെ പടിഞ്ഞാറേ കല്ലട പ്രദേശത്തെല്ലാം പണ്ട് മണൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അത് കല്ലടയാറ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് പോയ മണലായിരിക്കണം. ശാസ്താംകോട്ട കായലിനെ കുറിച്ചും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഉൽക്കപതിച്ചുണ്ടായ തടാകമെന്നും കല്ലടയാർ ഗതിമാറി ഒഴുകി ഉണ്ടായതാണെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിക്കതിനകത്ത് ഏറ്റവും പോസിബിളായിട്ട് തോന്നിയ ഒരു കാര്യം, കല്ലടയാർ ഗതിമാറി ഒഴുകി ഉണ്ടായ ഒരു തടാകം തന്നെയായിരിക്കണം ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത്. നമ്മുടെ കല്ലടയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ശാസ്താംകോട്ട കായലിലേക്ക് കല്ലടയാറിന് പ്രവേശിക്കാൻ കഴിയും. ആ ഭാഗമൊക്കെ ഇപ്പോൾ മട കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ചരിത്രം പറയാൻ പറ്റുന്ന ഒരു നദി കൂടിയാണ് കല്ലടയാറ്. അതിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കടന്നു വന്നത് കല്ലടയാറിൻ്റെ തീരത്തു കൂടിയാണ്. ഈ റോഡ് കടന്നു പോകുന്നത് പൂർണ്ണമായും കല്ലടയാറിൻ്റെ തീരത്തു കൂടിയാണ്. വലതുവശത്തായിട്ട് മറ്റൊരു റോഡുണ്ട്. അത് മൺട്രോത്തുരുത്തിൻ്റെ ഉൾഭാഗത്തു കൂടിയാണ് നമ്മുടെ പേഴുന്തുരുത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്രസിദ്ധമായ കല്ലട ജലോത്സവം നടക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയാൽ ടൂറിസ്റ്റുകളെ കൃത്യമായി ആകർഷിക്കാൻ കഴിയുന്ന ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മൺട്രോത്തുരുത്ത് മാറുന്നതാണ്.
പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. നമ്മുടെ വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ട് മൺട്രോ തുരുത്തിലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. അതുകൂടാതെ തന്നെ മഴക്കാലത്ത് കല്ലടയാർ സൃഷ്ടിക്കുന്ന ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിടാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കയറുന്ന പ്രദേശമാണ്. ഈ റോഡ് പൂർണ്ണമായിട്ടും മഴക്കാലത്ത് മുങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒരല്പം ഉയർത്തി കെട്ടിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം, അവിടെയായിട്ട് കുറച്ചൊന്ന് ഉയർത്തി കെട്ടിയിട്ടുണ്ട്. ഇത് കുണ്ടറയിൽ നിന്ന് മൺട്രോ തുരുത്തിലേക്കുള്ള ഒരു റോഡാണ്. കുറേ കാലമായി ഇത് പണി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. എങ്കിലും വളരെയധികം താമസിച്ചിട്ടായാലും ഉടനെ തന്നെ ഈ ഒരു റോഡ് വൃത്തിയായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം മൺട്രോ തുരുത്താണ്. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഇതുവഴി വന്നിട്ടുള്ളപ്പോൾ ഈ റോഡിന്റെ വീതി വളരെയധികം കുറവായിരുന്നു. ഇപ്പം നിലവിൽ റോഡ് പണിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം വീതി അവർ എടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. പിന്നീട് നിങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2 വീലർ കൊണ്ട് വരികയാണെങ്കിൽ അകത്തേക്കൊക്കെ പോയി കൂടുതൽ പ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കാർ കൊണ്ടുവരുന്നതിനും പ്രശ്നമൊന്നുമില്ല. പിന്നീട് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഒന്നുകിൽ മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഓട്ടോയോ അല്ലെങ്കിൽ മറ്റേ ബസ്സുകളിലോ ഒക്കെ പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെ ബസ് സർവീസും ഉണ്ട്. നമ്മുടെ ചുറ്റുമലയിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ കുണ്ട്ര ഭാഗത്തു നിന്നും ഭരണിക്കാവിൽ നിന്നുമൊക്കെ മൺട്രോ തുരുത്തിലേക്ക് ബസ് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് മൺട്രോ തുരുത്തിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൺട്രോ തുരുത്തിൻ്റെ വലിയ കാഴ്ചകളൊന്നും കാണിച്ചില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ 2 പാലങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത്, എവിടേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രയോജനം എന്നൊക്കെ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മളത് രണ്ടും കണ്ടു കഴിഞ്ഞു. അപ്പോൾ പല ആളുകളും പെരുമൺ പാലം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ണങ്കാട്ട് കടവ് എവിടെയാണ് പുതിയ പാലം വരുന്നതെന്നൊന്നും പലർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ വലതുഭാഗത്തേക്ക് കാണുന്ന റോഡിലൂടെയാണ് മൺട്രോ തുരുത്ത് പേഴുന്തുരുത്തിലേക്ക് മറ്റൊരു റോഡുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ എസ് വളവ് വഴിയൊക്കെ പോകുന്ന റോഡാണത്. അവിടെയൊക്കെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഒന്നുകിൽ ഈ ഒരു വഴിയിലൂടെ വന്ന് കറങ്ങി ആ എസ് വളവ് റൂട്ടിലൂടെ വരാം, അതല്ലെങ്കിൽ നേരെ എസ് വളവ് റൂട്ടിൽ പോയി പേഴുന്തുരുത്ത് കറങ്ങി റെയിൽവേ സ്റ്റേഷൻ വഴി കറങ്ങി വരാം. എങ്ങനെ വേണമെങ്കിലും പോകാം. 2 വഴികളും നമ്മുടെ പേഴുന്തുരുത്തിലാണ് വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് നന്നാക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് പണിയാണ് അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പിന്നെ വലിയ സ്പീഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്രാമീണ റോഡാണ്. അതുകൂടാതെ തന്നെ തുരുത്ത് റോഡായതുകൊണ്ട് തന്നെ വലിയ വളവുകളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല. ഇനി നമ്മൾ ഇടിയക്കടവ് ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുതിരപ്പറമ്പ് കടവ് എന്ന് പറയുന്നത്. നമ്മുടെ കല്ലടയാറ്, എക്കൽ നിക്ഷേപം തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ആ ഒരു ഭാഗം. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ശിങ്കാരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ആ ഇടിയക്കടവ് പാലത്തിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ മുന്നിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഇടിയക്കടവ് പാലം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇടത്തേക്ക് കാണുന്ന വഴി പോയാൽ നമുക്ക് മുതിരപ്പറമ്പ് കടവെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. കല്ലടയാറ് 2 കൈവഴിയായിട്ട് പിരിഞ്ഞ് അതിനകത്ത് ഒരു കൈവഴിയാണ് ഈ പാലത്തിന്റെ അടിയിലൂടെ ഒഴുകുന്നത്. മറ്റൊരു കൈവഴി നമ്മൾ നേരത്തെ വന്ന ആ ഭാഗത്തു കൂടി അഷ്ടമുടിക്കായൽ ലക്ഷ്യമാക്കി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ഏകദേശം ഇവിടം തൊട്ട് എക്കൽ നിക്ഷേപം തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് കൊടുവിളയിലേക്കാണ്. കൊടുവിള കഴിഞ്ഞിട്ട് നേരെ ചുറ്റുമല. ഞാൻ ആ ഒരു റോഡും കൂടി കാണിച്ചു തരാനാണ്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊല്ലം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പാലമണി എന്തായാലും തീരാറായിട്ടുണ്ട്. പക്ഷെ തീരുന്നതിന് മുമ്പാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്ത് നിന്ന് കുണ്ട്ര എത്തി കുണ്ട്രയിൽ നിന്ന് ചുറ്റുമല എത്തുക. ചുറ്റുമലയിൽ നിന്ന് നമുക്ക് ഈ ഒരു റോഡ് വഴി ഈ ഒരു ഭാഗത്തുകൂടി മൺട്രോ തുരുത്തിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു ചുറ്റുമല ഭാഗം കൂടി കാണിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൺട്രോ തുരുത്തിൻ്റെ കാഴ്ചകൾ കൂടുതലായിട്ട് കാണാനായിട്ട് നമ്മളൊരു ദിവസം വരുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി മുഴുവനായിട്ട് നമുക്ക് ചിത്രീകരിച്ച ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചു തന്നിരിക്കുന്നത് കൊടുവിളയിലേക്കാണ്. നമ്മുടെ ചുറ്റുമലയ്ക്കും മൺട്രോയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് കൊടുവിള എന്ന് പറയുന്നത്. കൊടുവിള അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം കിഴക്കേ കല്ലട എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പടിഞ്ഞാറേ കല്ലടയുണ്ട്, കിഴക്കേ കല്ലടയുണ്ട്. ഈ ഒരു ഭാഗങ്ങളെല്ലാം കിഴക്കേ കല്ലട എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളിനി ബസ്സിലാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഈ ഒരു വഴി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു കൊല്ലം ഭാഗത്തു നിന്നാണെങ്കിൽ ചുറ്റുമല വരിക. ചുറ്റുമല ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സുകൾ നമ്മുടെ ഈ മൺട്രോ തുരുത്ത് ഭാഗത്തേക്ക് കിട്ടും. അതല്ല നിങ്ങൾ അടൂർ, കായംകുളം ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടൂർ ഭാഗത്തു നിന്നും കായംകുളം ഭാഗത്തു നിന്നും ഒക്കെ ചുറ്റുമലയിൽ ആ ഒരു ഭരണിക്കാവ് വഴി വന്നാൽ നമുക്ക് ചുറ്റുമല ഇറങ്ങാം. അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സുകൾ നമ്മുടെ മൺട്രോ തുരുത്ത് ഭാഗത്തേക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ബസ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ചുറ്റുമലയിൽ നിന്ന് മൺട്രോയിലേക്ക്. പിന്നീട് ഭാവിയിൽ പാലങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് വഴികൾ മൺട്രോ തുരുത്തിലേക്ക് തെളിയുന്നതാണ്. നമ്മളങ്ങനെ ചുറ്റുമലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 7 കിലോമീറ്ററാണ് നമ്മുടെ ചുറ്റുമലയിൽ നിന്ന് മൺട്രോ തുരുത്തിലേക്കുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് NH 183 കൊല്ലം തേനി ദേശീയപാതയിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ആ വലതുഭാഗത്ത് നിന്ന് വരുന്നത് കൊല്ലം കുണ്ട്ര ഭാഗത്തു നിന്നുള്ള റോഡാണ്. ഇടതുഭാഗത്തേക്ക് ഭരണിക്കാവ്, കായംകുളം, അടൂർ ഭാഗത്തേക്കുള്ള റോഡാണ്. നമ്മുടെ NH 183 കൊല്ലം തേനി ദേശീയപാതയിലാണ് പ്രവേശിച്ചത്. പക്ഷേ നിലവിൽ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നു എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഈ ചുറ്റുമലയിലൊന്നും വരാതെ നമ്മുടെ കൊല്ലം പെരുന്നാട് റെയിൽവേ ഓവർബ്രിഡ്ജ് തൊട്ട് ഭരണിക്കാവ് വരെ ഒരു പുതിയ ബൈപ്പാസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും ദേശീയപാതയുടെ ഭാഗമായിട്ട് വരത്തില്ല. അല്ല, നിലവിലുള്ള അലൈൻമെൻറ്റ് തന്നെയാണെങ്കിൽ ഇത് ദേശീയപാതയുടെ ഭാഗമാണ്. NH 183 ആണ് കൊല്ലം തേനി ദേശീയപാത. പിന്നീട് ഭരണിക്കാവിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു ദേശീയപാത തുടങ്ങുന്നുണ്ട്. അതിൻ്റെ സബ്ബായിട്ട് NH 183A ഭരണിക്കാവ് മുണ്ടക്കയമാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ചുറ്റുമലയിൽ നിന്ന്
ഭരണിക്കാവിലേക്കുള്ള റോഡിലേക്കാണ്. ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമലയിലെത്തി മൺട്രോയിലേക്ക് പോവാം. അത് അടൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ കായംകുളം ആ ഭാഗത്തു നിന്ന് വരുന്നവരാണ് ഈ ഒരു റോഡ് പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മൺട്രോയുടെ മറ്റു വലിയ കാഴ്ചകളുമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നതാണ്. നന്ദി.